സജ്ജനങ്ങളെ നമസ്കാരം. ശ്രീമദ് ഭാഗവത ജ്ഞാനയജ്ഞം, ശ്രീമദ് ഭാഗവതം മൂലഗ്രന്ഥത്തിലെ ശ്ലോകങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അർത്ഥം മനസ്സിലാക്കി ആ ശ്ലോകങ്ങളെ തുഞ്ചത്തെഴുത്തച്ഛനാചാര്യൻ കിളിപ്പാട്ടിലേക്ക് എങ്ങനെ ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് നോക്കുകയാണ് നാം ചെയ്യുന്നത്. ഈ ഉദ്യമത്തിൽ എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാ ശ്രീകൃഷ്ണ ഭക്തർക്കും ഭാഗവത പ്രേമികൾക്കും നമസ്കാരം. ദശമസ്കന്ധത്തിലാണ് നാം ഇത് ആരംഭിച്ചിരിക്കുന്നത്. ദശമസ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 29-30 ശ്ലോകങ്ങൾ വരെ നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി 31-32 ശ്ലോകങ്ങളാണ് നാം മനസ്സിലാക്കാൻ പോകുന്നത്. ചതുശതം പാരിബർഹം ഗജാനാം ഹേമമാലിനാം അശ്വാനാമയുധം സാർദ്ധം രഥാനാം ച ത്രിഷത്ശതം. ചതുശതം പാരിബർഹം ഗജാനാം ഹേമമാലിനാം അശ്വാനാമയുധം സാർദ്ധം രഥാനാം ച ത്രിഷത്ശതം. 32-ാമത്തെ ശ്ലോകം. ദാസീനാം സുകുമാരീണാം ദ്വേഷത്തെ സമലങ്കൃതേ ദുഹിത്രേ ദേവക പ്രാദാത് യാനേ ദുഹിതൃവത്സലഃ. ദാസീനാം സുകുമാരീണാം ദ്വേഷത്തെ സമലങ്കൃതേ ദുഹിത്രേ ദേവകഃ പ്രാദാത് യാനേ ദുഹിതൃവത്സലഃ. യാനേ ദുഹിതൃവത്സലഃ. യാനേ യാത്ര സമയത്ത് ശൂരസേനൻ എന്ന യാദവശ്രേഷ്ഠന്റെ പുത്രനായ വസുദേവർ, വിഷ്ണുഭക്തനായ വസുദേവർ, ഉഗ്രസേനൻ എന്ന ദേവകൻ എന്ന യാദവകുലപതിയുടെ പുത്രിയായ ദേവകിയെ വിവാഹം കഴിച്ച് സ്വഗൃഹത്തിലേക്ക് മടങ്ങാൻ തേരിൽ കയറിയപ്പോൾ കംസൻ ആ തേര് ഞാൻ തന്നെ നയിക്കും, എന്റെ സഹോദരിയെ ഞാൻ സുരക്ഷിതയായി കൊണ്ടെത്തിക്കും എന്നുള്ള ആഗ്രഹത്താൽ, പ്രിയ സഹോദരിയോടുള്ള സ്നേഹവാത്സല്യത്താൽ ആ തേരിൽ ചമ്മട്ടിയും എടുത്ത് കയറി കുതിരയുടെ കടിഞ്ഞാൽ പിടിച്ച് അങ്ങനെ യാത്ര ചെയ്യാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ വിവാഹത്തിൽ പാരിബർഹമായിട്ട് എന്തൊക്കെ കൊടുത്തു എന്നാണ്. പാരിബർഹം സ്ത്രീധനം, അതാണ് നോക്കുന്നത്. യാനേ യാത്ര സമയത്ത് ദുഹിതൃവത്സലഃ, പുത്രിയിൽ വാത്സല്യം കലർന്ന, പുത്രി, ദുഹിതൃവത്സലഃ, പുത്രിയിൽ വാത്സല്യം കലർന്ന, ദേവകഃ ദേവകൻ, ദുഹിത്രേ തന്റെ പുത്രിക്കായി, ഹേമമാലിനാം പൊൻചങ്ങലയിട്ട, ഗജാനാം ചതുശതം 400 ആനകളെയും, അശ്വാനാം സാർദ്ധം അയുധം, അശ്വാനാം കുതിരകൾ, സാ അർദ്ധം അയുധം, സാർദ്ധം പകുതിയോടുകൂടി 10,000-ഉം, അപ്പോൾ 15,000-ആയി. അശ്വാനാം സാർദ്ധം അയുധം, 15,000 കുതിരകളെയും, അയുധം 10,000, അതിന്റെ അർദ്ധം കൂടെ പകുതിയൂടെ ചേർത്ത് സാർദ്ധം 5,000 കൂടെ ചേർത്ത് 15,000, അങ്ങനെ 15,000 കുതിരകളെയും. അപ്പോൾ യാനേ യാത്ര സമയത്ത് ദുഹിതൃവത്സലഃ, പുത്രിയിൽ വാത്സല്യം കലർന്ന, ദേവകഃ ദേവകൻ, ദുഹിത്രേ തന്റെ പുത്രിക്കായി, ദേവകി ദേവിക്കായി, ഹേമമാലിനാം ഗജാനാം ചതുശതം പൊൻചങ്ങലയിട്ട 400 ആനകളെയും, 400 ആനകളെയും, അശ്വാനാം സാർദ്ധമയുധം, അശ്വാനാം കുതിരകൾ, സാർദ്ധം പകുതിയോടുകൂടിയ 10,000-ഉം,
അങ്ങനെ 15,000 കുതിരകളെയും രഥാനാം ത്രിഷക്ഷതം, രഥാനാം 1000 രഥങ്ങൾ, തേരുകൾ, ത്രിഷക്ഷതം, ത്രിഷട്ട് 3 6 അങ്ങനെ 18, 18 ശതം, 18 100, അങ്ങനെ 1800 തേരുകളെയും രഥാനാം ത്രിഷക്ഷതം, 1800 തേരുകളെയും സമലങ്കൃതേ, നന്നായി അലങ്കരിക്കപ്പെട്ട, നന്നായി അണിഞ്ഞൊരുങ്ങിയ സുകുമാരീണാം ദാസീനാം, സുന്ദരികളായ ദാസിമാർ, ദ്വേഷത്തെ 200 തോഴിമാരെയും, ദാസീനാം ദ്വേഷത്തെ 200, ദ്വേഷത്തെ 200, ദാസീനാം ദ്വേഷത്തെ 200 തോഴിമാരെയും പാരിബർഹം പ്രാതാത്, പാരിബർഹം സ്ത്രീധനമായി പ്രാതാത് കൊടുത്തു. അപ്പം രഥാനാം ത്രിഷക്ഷതം സമലങ്കൃതേ, രഥാനാം ത്രിഷക്ഷതം 1800 തേരുകളെയും സമലങ്കൃതേ സുകുമാരീണാം ദാസീനാം ദേശതേ, നന്നായി അലങ്കരിക്കപ്പെട്ട സുന്ദരിമാരായ 200 തോഴിമാരെയും പാരിബർഹം പ്രാതാത് സ്ത്രീധനമായി കൊടുത്തു. ആ കല്യാണത്തിൽ, ആ വിവാഹത്തിൽ, വസുദേവരും ദേവകിയും തമ്മിലുള്ള വിവാഹത്തിൽ ഇത്രയും പാരിബർഹം പ്രാതാത് സ്ത്രീധനമായി കൊടുത്തു. അതാണ് 31, 32 ശ്ലോകങ്ങൾ പറയുന്നത്. ചതുശതം പാരിബർഹം ഗജാനാം ഹേമമാലിനാം അശ്വാനാമയുധം സാർദ്ധം രഥാനാം ത്രിഷക്ഷതം ദാസീനാം സുകുമാരീണാം ദേശതേ സമലങ്കൃതേ ദുഹിത്രേ ദേവഗഃ പ്രാതാത് യാനേ ദുഹിതൃവത്സലഃ, യാനേ ദുഹിതൃവത്സലഃ ദേവഗഃ, യാത്ര സമയത്ത് പുത്രിയിൽ വാത്സല്യം കലർന്ന ദേവകൻ ദുഹിത്രേ തന്റെ പുത്രിക്കായി ഹേമമാലിനാം ഗജാനാം ചതുശതം പൊൻചങ്ങലയിട്ട 400 ആനകളെയും അശ്വാനാം സാർദ്ധമായുധം 15,000 കുതിരകളെയും രഥാനാം ത്രിഷക്ഷതം 1800 തേരുകളെയും സമലങ്കൃതേ സുകുമാരീണാം ദാസീനാം ദ്വേഷതേ, നന്നായി അലങ്കരിക്കപ്പെട്ട സുന്ദരിമാരായ 200 തോഴിമാരെയും പാരിബർഹം പ്രാതാത് സ്ത്രീധനമായി കൊടുത്തു. സജ്ജനങ്ങളെ, മൂലഗ്രന്ഥത്തിലെ ദശമസ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 31, 32 ശ്ലോകങ്ങളാണ് നാം ഇവിടെ മനസ്സിലാക്കിയത്. ഇനി ഈ ശ്ലോകങ്ങളെ ഭഗവാൻ ഭാഷ്യകാരൻ തുഞ്ചത്താചാര്യൻ കിളിപ്പാട്ടിലേക്ക് എങ്ങനെ ആവിഷ്കരിച്ചിരിക്കുന്നു നോക്കാം. ദേവകൻ പ്രസാദിച്ചു സാദരം കംസാദികൾ ഏവരും ഒരുമിച്ചു നൽകിനാർ പൊലിക്കാണം, പൊലിക്കാണം സ്ത്രീധനം. ദേവകൻ പ്രസാദിച്ചു സാദരം കംസാദികൾ ഏവരും ഒരുമിച്ചു നൽകിനാർ പൊലിക്കാണം. 400 ആനകൾ ഒരുപോലെ പൊന്നണിഞ്ഞു സമ്മാനമായി പുനരീരേഴായിരം അശ്വങ്ങളും തേരൊരായിരം കാലാൾ 10,000 200 ദാസികൾ 2,000 പശുക്കളും 400 ആനകൾ ഒരുപോലെ പൊന്നണിഞ്ഞു സമ്മാനമായി ഹേമമാലിനാം ഗജാനാം ചതുശതം എന്ന് മൂലഗ്രന്ഥത്തിൽ പറയുന്ന ഭാഗമാണ്. പൊൻചങ്ങലയിട്ട 400 ആനകൾ, അതാണ്
400 ഒരുപോലെ പൊന്നണിഞ്ഞു സമ്മാനമായി. ഹേമമാലിനാം പൊൻചങ്ങലയിട്ട ആണ് പൊന്നണിഞ്ഞ് സമ്മാനമായി. പുനർ 7000 അശ്വങ്ങളും 7000 14,000 അശ്വങ്ങളും. ഇവിടെ പാഠഭേദം നമുക്ക് കാണാൻ കഴിയും. മൂലഗ്രന്ഥത്തിൽ നാം മനസ്സിലാക്കുന്ന ഭാഗത്ത് അശ്വാനാം സാർദ്ധമയുധം 15,000 കുതിരകൾ എന്നാണ് മൂലഗ്രന്ഥത്തിൽ പറയുന്നതെങ്കിൽ ഭഗവാൻ ഭാഷ്യകാരൻ കിളിപ്പാട്ടിൽ ആവിഷ്കരിക്കുമ്പോൾ 7000 അശ്വങ്ങളും എന്നാണ് പറയുന്നത്. 14,000 എന്നാണ് പ്രതിപാദിക്കുന്നത്. അത് വലിയ കാര്യമായിട്ട് നാം കരുതേണ്ട കാര്യമില്ല. പാഠഭേദങ്ങൾ പുരാണ ഗ്രന്ഥങ്ങളിൽ പലതിലും പാഠഭേദം, ഓരോ ഗ്രന്ഥങ്ങളിലും അതിനെ അവലംബിച്ചിരിക്കുന്ന വ്യാഖ്യാനങ്ങളും ഒക്കെ അടിസ്ഥാനമാക്കി പാഠഭേദങ്ങൾ, ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. പുനരേഴായിരം അശ്വങ്ങളും തേരൊരായിരം രഥാനാം ത്രിഷട്ശതം 1800 തേരുകൾ എന്നാണ് മൂലഗ്രന്ഥത്തിൽ പറയുന്നത്. രഥാനാം ത്രിഷട്ശതം 1800 തേരുകളും. ഇവിടെ 10,000 എന്നാണ് പറയുന്നത്. 7000 അശ്വങ്ങളും തേരൊരായിരം കാലാൾ 10,000. കാലാളിന്റെ കാര്യം മൂലഗ്രന്ഥത്തിൽ പറയുന്നില്ല. കാലാൾ 10,000 200 ദാസികൾ. അത് സുകുമാരീണാം ദാസീനാം ദ്വേഷത്തെ, സുന്ദരിമാരായ 200 തോഴിമാര് എന്ന് പറയുന്നുണ്ട്. 200 ദാസികൾ 2000 പശുക്കളും. പശുക്കളെ കുറിച്ച് മൂലഗ്രന്ഥത്തിൽ പറയുന്നില്ല. 2000 പശുക്കളും ചാരുവർണ്ണങ്ങളായ പാത്രങ്ങൾ പലവിധം. ഓരോരോ തരം ശയനാസനയാനങ്ങളും പാതുകകളും വിധാനങ്ങളും മുദ്രികകൾ ആദരാൽ ഉപകാര സാധനാർത്ഥങ്ങൾ മറ്റും മോദേന കൊടുത്ത്. ഇതൊക്കെ അധികമായി ഭഗവാൻ ഭാഷ്യകാരൻ വർണ്ണിച്ചിരിക്കുന്നതാണ്. മൂലഗ്രന്ഥത്തിൽ ഇത്രയും വിശദമായിട്ട് പറയുന്നില്ല. ഏതൊക്കെയാണ്? കാലാൾ 10,000, പിന്നെ 2000, 16,000 പശുക്കളും ചാരുവർണ്ണങ്ങളായ പാത്രങ്ങൾ പലവിധം. ഓരോരോ ശയന ആസന യാനങ്ങളും കിടക്കകളും കസേരകളും വണ്ടികൾ, യാനങ്ങൾ, വണ്ടികൾ കാളവണ്ടി, കുതിരവണ്ടിയൊക്കെ ആയിരിക്കാം. വണ്ടികളും പാതുകകൾ, ചെരുപ്പുകളും വിധാനങ്ങൾ, വിരികളും മുദ്രികകളും ആദരാൽ ഉപകാര സാധനാർത്ഥങ്ങൾ മറ്റും. അങ്ങനെ ഉപകാരപ്രദമായ എല്ലാ സാധനങ്ങളും, ജീവിത സന്ധാരണത്തിന് വേണ്ടിയുള്ള ഉതകുന്ന സാധനങ്ങൾ മറ്റും മോദന കൊടുത്ത് അകം തെളിഞ്ഞുടൻ 12 ഭാരം പൊന്നു നൽകിനാൻ ഉഗ്രസേനൻ. ദേവകൻ എന്ന ഉഗ്രസേനൻ ഇത്രയെല്ലാം കൊടുത്തിട്ട് അവസാനം 2 ഭാരം 20 ഭാരം 20 ഭാരം പൊന്നും നൽകി. സോദരി തന്നിൽ സ്നേഹഭാരമാർന്നേഴും കംസൻ. സോദരി തന്നിൽ സ്നേഹഭാരമാർന്നേഴും കംസൻ ആദരാൽ അഖില വാദ്യ പ്രഘോഷികളോടും
സൂതമാഗതവന്തി സ്തുതിപാഠക ശാസ്ത്രാഭ്യാസികൾ അനുചരന്മാരോടും ഒരുമിച്ച് മേളമായി ഒരു തേരും നൽകിനാൻ മനസ്തുല്യം. ഒരു തേരും നൽകി. കംസൻ ഇത്രയെല്ലാം നൽകിയതിനു ശേഷം ഒരു തേരും നൽകി എന്ന് കിളിപ്പാട്ടിൽ പറയുന്നുണ്ട്. പ്രീളാലോചനയ്ക്കേറി പോവതിന് ഒരു തേരും നൽകിനാൻ മനസ്തുല്യം. ഇത്രയുമാണ് നമുക്ക് 31-32 ശ്ലോകങ്ങളെ കുറിച്ച് ഭഗവാൻ ഭാഷ്യകാരൻ കിളിപ്പാട്ടിൽ വർണ്ണിച്ചിരിക്കുന്നത്. ചതുശതം പാരിബർഹം ഗജാനാം ഹേമമാലിനാം അശ്വാനാമയുധം സാർദ്ധം രഥാനാം ച ത്രിശതം ദാസീനാം സുകുമാരീണാം ദ്വേഷത്തെ സമലംകൃതേ ദുഹിത്രേ ദേവകഃ പ്രാതാത് യാനേ ദുഹിതൃവത്സലഃ. യാത്ര സമയത്ത് പുത്രിയിൽ വാത്സല്യം കലർന്ന ദേവകൻ തന്റെ പുത്രിക്കായി പഞ്ചങ്ങളെയിട്ട 400 ആനകളെയും 15,000 കുതിരകളെയും 1800 തേരുകളെയും നന്നായി അലങ്കരിക്കപ്പെട്ട സുന്ദരിമാരായ 200 തോഴിമാരെയും സ്ത്രീധനമായി കൊടുത്തു. ദേവകൻ പ്രസാദിച്ചു സാദരം. കംസാദികളേവരും ഒരുമിച്ചു നൽകിനാർ പൊലിക്കാണം. 400 ആനകൾ ഒരുപോലെ പൊന്നണിഞ്ഞു സമ്മാനമായി. പുനരീഴരായിരം അശ്വങ്ങളും തേരൊരായിരം കാലാൾ 10,000 200 ദാസികളി 2,000 പശുക്കളും ചാരുവർണ്ണങ്ങളായ പാത്രങ്ങൾ പലവിധം ഓരോരോ തരം ശയനാസനയാനങ്ങളും പാതുകകളും വിധാനങ്ങളും മുദ്രികകൾ ആദരാൽ ഉപകാര സാധനാർത്ഥങ്ങൾ മറ്റും മോദേന കൊടുത്ത് ഒടുക്കത്ത് അകം തെളിഞ്ഞുടൻ 12 ഭാരം പൊന്നു നൽകിനാനുഗ്രസേനൻ. സോദരി തന്നിൽ സ്നേഹഭാരമാർന്നെഴും കംസൻ ആദരാൽ അഖില വാദ്യ പ്രഘോഷികളോടും സൂതമാഗത വന്തി സ്തുതി പാഠക ശാസ്ത്രാഭ്യാസികൾ അനുചരന്മാരോടും ഒരുമിച്ച് മേളമായി ഒരു തേരും നൽകിനാൻ മനസ്തുല്യം. സജ്ജനങ്ങളെ, ഇതാണ് 31-32 ശ്ലോകങ്ങളുടെ ഭാഷാ ആവിഷ്കാരം. ഓം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശേഷഭാഗം